സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് PK മധുവാണ്. മധുവിനെ ഞാൻ ക്ഷണിക്കുന്നു. സഖാവ് രാമേട്ടന്റെ മകൻ, തന്റെ മേഖലയിലെ തൊഴിലാളി സംഘടനയുടെ ജില്ലാ ഭാരവാഹി, സുസമ്മതൻ, ജാതിമത ചിന്തകൾക്കപ്പുറം സേവന രംഗത്ത് വ്യാപൃതനായ PK മധു സ്വതന്ത്ര സ്ഥാനാർത്ഥി. രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് ബിജുലയാണ്. ബിജുലയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദീർഘകാലമായി ഇടതുപക്ഷ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു. ഗ്രന്ഥശാല, സ്കൂൾ, PTA തുടങ്ങിയ മേഖലകളിലും മികച്ച സേവനം. ജനപ്രിയയായ സഖാവ് ബിജുല മുരളീധരൻ. 3-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് സാഫി. തികഞ്ഞ മത നിരപേക്ഷവാദി. കലാ സാംസ്കാരിക ഗ്രന്ഥശാല രംഗങ്ങളിൽ സജീവം. സഹകരണ രംഗത്ത് നിന്ന് വിരമിച്ച സഖാവ് C മുഹമ്മദ് ഷാഫി. 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് മനാഫ് PT. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനസേവന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ T മനാഫ്. 5-ാം വാർഡിൽ നിന്ന് ഫൈസൽ. പൊതുരംഗത്ത് പതിറ്റാണ്ടിലേറെ പാരമ്പര്യം. സാമൂഹ്യ പ്രവർത്തകൻ സഖാവ് ഫൈസൽ ഞാറക്കടവത്ത്. 6-ാം വാർഡിൽ നിന്ന് ഖദീജ റഷീദ്. പൊതുരംഗത്തെ സജീവ സാന്നിധ്യം. റഷീദ് ചുങ്കത്തിന്റെ പ്രിയ പത്നി, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഖദീജ റഷീദ്. 7-ാം വാർഡിൽ നിന്ന് സമീറ. മുൻ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് ആസൂത്രണ സമിതിയുടെ ചുമതലക്കാരി, ഏവർക്കും പ്രിയങ്കരിയായ സഖാവ് സമീറ റസാഖ്. 8-ാം വാർഡിൽ നിന്ന് ബഷീർ. മുൻ പഞ്ചായത്തിലെ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജനസേവന രംഗത്ത് എന്നും മുന്നിൽ സഖാവ് കളത്തിൽ ബഷീർ. 9-ാം വാർഡിൽ നിന്ന് ഷെരീഫ റാഫി. മുൻ പഞ്ചായത്ത് മെമ്പർ M മുഹമ്മദ് റാഫിയുടെ പ്രിയ പത്നി, ജനങ്ങൾക്കിടയിലെ സൗമ്യമുഖം ഷെരീഫ റാഫി. 10-ാം വാർഡിൽ നിന്ന് മുജീബ് ഹാജി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനസേവന രംഗത്തെ നേതൃമുഖം സഖാവ് M മുജീബ് ഹാജി. 11-ാം വാർഡിൽ നിന്ന് ഫൗസിയ. ജനസേവന രംഗത്തെ ഒരു പതിറ്റാണ്ടിന്റെ പാരമ്പര്യം സഖാവ് മേലേത്തിൽ ഫൗസിയ നാസർ. 12-ാം വാർഡിൽ നിന്ന് അനീഷ്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന രംഗത്തെ തെളിമയാർന്ന നേതൃത്വം, പകരം വയ്ക്കാനില്ലാത്ത നേതാവ് സഖാവ് അനീഷ്. 13-ാം വാർഡിൽ നിന്ന് ആരിസ്. വാർഡിലെ ഓരോ വ്യക്തിയുമായും വീടുകളുമായുമുള്ള അടുത്ത പരിചയം, നിറഞ്ഞ സന്നദ്ധത. 14-ാം വാർഡിൽ നിന്ന് സമീർ. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പതിറ്റാണ്ടുകളായുള്ള സേവന സന്നദ്ധത സഖാവ് സമീർ. 15-ാം വാർഡിൽ നിന്ന് ജിനീഷ്. മൂച്ചിക്കൽ പ്രദേശത്തെ എല്ലാ പൊതുപ്രവർത്തനങ്ങളുടെയും നിറ സാന്നിധ്യം സഖാവ് ജിനീഷ്. 16-ാം വാർഡിൽ നിന്ന് അസൈനാർ. പൊതുരംഗത്ത് ഉദിച്ചുയരുന്ന താരകം, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. 17-ാം വാർഡിൽ നിന്ന് മുബഷീറ. പഞ്ചായത്തിന്റെ വികസന നായകൻ സഖാവ് V അബ്ദുൾ റസാഖിന്റെ മരുമകൾ. കലാ സാംസ്കാരിക മേഖലകളിലും മുൻനിരയിലും നിറഞ്ഞു നിൽക്കുന്ന സഖാവ് മുബഷീറ ടീച്ചർ. 18-ാം വാർഡിൽ നിന്ന് ഉഷ ടീച്ചർ. അധ്യാപക സംഘടനാ രംഗത്ത് നിന്ന് ആരംഭിച്ച പ്രവർത്തനം, പ്രാദേശികമായി ജനങ്ങൾക്ക് സഹായഹസ്തം നൽകി. 19-ാം വാർഡിൽ നിന്ന് നസ്രി. ജനപ്രതിനിധി എന്ന നിലയിലും കുടുംബശ്രീ പ്രവർത്തക എന്ന നിലയ്ക്കും മികച്ച സേവനങ്ങൾ നൽകിയ സഖാവ് നസ്രി തേവർകളത്തിൽ. 20-ാം വാർഡിൽ നിന്ന് ഷീബ. വാർഡിലെ എല്ലാ വീടുകൾക്കും സുപരിചിത. കുടുംബശ്രീയുടെ നെടുനായകത്വത്തിൽ നിന്നും ജനപ്രാതിനിധ്യത്തിലേക്ക് സഖാവ് ഷീബ ചാത്തങ്ങാട്ടിൽ. 21-ാം വാർഡിൽ നിന്ന് പുഷ്പ. CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി, സാധാരണ ജനങ്ങളുടെ ജനസേവക സഖാവ് പുഷ്പ. 22-ാം വാർഡിൽ നിന്ന് തസ്ലിയ. വാർഡിലെ കുടുംബശ്രീ നേതൃരംഗത്ത് നിന്നും ജനസേവനത്തിന്റെ പുതിയ പാണ്ഡാവിലേക്ക് സഖാവ് തസ്ലിയ. 23-ാം വാർഡിൽ നിന്ന് കാദർകുട്ടി വിശാരത്ത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, യുവജന സംഘടനയുടെ മുൻ സാരഥി, കുണ്ടുങ്ങളുടെ ജനപ്രിയ നായകൻ സഖാവ് കാദർകുട്ടി വിശാരത്ത്. 24-ാം വാർഡിൽ നിന്ന് സുജ എടപ്പയിൽ. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, മഹിളാ അസോസിയേഷൻ നേതാവ്, അംഗൻവാടി പ്രവർത്തക സംഘടനയുടെ നേതാവ് സഖാവ് എടപ്പയിൽ സുജ.
പിന്നെ ഇവിടെ നിന്നുള്ള ബ്ലോക്ക് സീറ്റാണ്. അരീക്കാട് ബ്ലോക്ക് സീറ്റിൽ നിന്ന് അമീറ ടീച്ചർ. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിലെ സുതാര്യ സേവനത്തിലൂടെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച സഖാവ് അമീറ ടീച്ചർ. വട്ടത്താണി സിനി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ, സ്ഥിരം സമിതി അധ്യക്ഷ എന്നീ പദവികളിൽ നിന്ന് ബ്ലോക്ക് നേതൃത്വത്തിലേക്ക് സഖാവ് KV സിനി. സുലൈമാൻ, 3ാമത്തെ ഡിവിഷനിൽ സുലൈമാൻ. ജനകീയ പൊതുപ്രവർത്തകനും അരീക്കാട് സ്കൂൾ മുൻ PTA പ്രസിഡന്റുമായ സുലൈമാൻ ചെറുമേലത്തിൽ. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥിയായിട്ട് മത്സരിക്കുന്നത് KP രാധയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ രാധയാണ്. കഴിഞ്ഞ തവണ BJP RSSൻ്റെ കയ്യിലിരുന്ന ദുഴൂർ പഞ്ചായത്തിലെ 16ാം വാർഡ് നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു. ആ 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട രാധയാണ്. രാധ നിങ്ങളുടെ പോയിട്ടുള്ളത്. ഒഴൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ 3ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തെത്തിച്ച പെൺകരുത്ത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ താനൂർ ഏരിയ സെക്രട്ടറി സഖാവ് KP രാധ. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല.